ഓക്കെ സ്റ്റുഡൻസ്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ന്യൂട്ടൺസ് റിങ്സ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് പഠിച്ചത്. ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് റിങ്സ് ഡ്യൂ ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് റിംഗ് ഫോർമേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. എന്തായിരുന്നു ന്യൂട്ടൺസ് റിങ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് സ്ലാബ്, അതിന് മുകളിലൊരു പ്ലേനോ കോൺവെക്സ് ലെൻസ് വച്ചിരിക്കുന്നു. ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ചെറിയ ഒരു എയർ ഫിലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയാലും കുഴപ്പമില്ല, എയർ ആയാലും കുഴപ്പമില്ല. നമ്മൾ എയർ ഫിലിമിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ ഒരു എയർ ഫിലിം അവിടെ ഉണ്ടാകുന്നു. അത് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ് ഫോർമേഷൻ ആണ് നമ്മൾ ന്യൂട്ടൺസ് റിങ്സിൽ പഠിച്ചത്. അതിൽ റിഫ്ലക്റ്റഡ് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചത്. റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇൻ്റർഫറൻസ് ആണ് പഠിച്ചത്. ഓക്കെ, you can see a transmitted system interference diagram. അപ്പോൾ ഇവിടെ നോക്കുക, ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് അണ്ടർഗോ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. അപ്പോൾ അതിൽ കഴിഞ്ഞ സെഷൻ നമ്മൾ പഠിച്ചത് ഈ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇൻ്റർഫറൻസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ പാർട്ട് ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റ്സ്. അപ്പോൾ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, ആ ലെൻസിനും ഗ്ലാസ് സ്ലാബ് താഴെ വച്ചിരിക്കുന്നതാണ് ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസിനും ഗ്ലാസ് സ്ലാബിനും ഇടയിലുള്ളൊരു മീഡിയം, അത് എയർ ആയിരുന്നു. ആ എയറിൻ്റെ മുകളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഇനി അതിലൊരു പോർഷൻ എന്ത് ചെയ്യുന്നു, താഴെ വന്നിട്ട് അതിൽ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അഗെയിൻ ഇറ്റ് അണ്ടർഗോ റിഫ്ലക്ഷൻ അറ്റ് ദ സെക്കൻഡ് ഫേസ് ഓഫ് എയർ. സോ ഈ രണ്ട് ട്രാൻസ്മിറ്റഡ് ലൈറ്റുകൾ, സോ വെൻ യു ഒബ്സർവ് ദീസ് ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഫ്രം ഹിയർ, അപ്പോൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ബീം എന്ന് പറയുന്നത് കൊഹറന്റ് ലൈറ്റ് ബീമാണ്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. ദീസ് ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ സെയിം കോമൺ സോഴ്സ്. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ലൈറ്റ് സോഴ്സസ് ആർ കൊഹറന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. അപ്പോൾ രണ്ട് കൊഹറന്റ് ലൈറ്റ് സോഴ്സസ്, ലൈറ്റ് ബീംസ് കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും, ഇൻ്റർഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെയും അത്തരത്തിലൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകുന്നു. പക്ഷേ ഇത് ഇൻ്റർഫറൻസ് ഇൻ ന്യൂട്ടൺസ് റിങ്സ് ഡ്യൂ ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്നാണ്. ട്രാൻസ്മിറ്റഡ് ലൈറ്റ് കാരണമുണ്ടായിട്ടുള്ള ഇൻ്റർഫറൻസ് ആണ് അവിടെയുള്ളത്. ഓക്കെ, and you can see that this is the interference pattern formed in a transmitted system. ട്രാൻസ്മിറ്റഡ് സിസ്റ്റത്തിലുള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇൻ്റർഫറൻസ് പാറ്റേണുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സെൻറ്ററിൽ ബ്രൈറ്റ് ഫ്രിഞ്ചാണ് ഉണ്ടാവുക. എന്നാൽ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇൻ്റർഫറൻസിലെ സെൻറ്ററിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരുന്നില്ല, അവിടെ ഡാർക്ക് ഫ്രിഞ്ച് ആണ് സെൻറ്ററിൽ ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, സോ വി നോ ഒരു തിൻ ഫിലിം ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നതിന് വേണ്ട കണ്ടീഷൻസ് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ആകുമ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്നതിനുള്ള കണ്ടീഷൻ എന്താണ്? അതാ bright fringe ഉണ്ടാകുന്നുള്ള കണ്ടീഷൻ 2 mu t cos theta equal to n lambda. റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിലായപ്പോൾ 2 mu t cos theta equal to n plus half lambda നമ്മൾ ഉപയോഗിച്ചത് ബ്രൈറ്റ് ഫ്രിഞ്ചിന് വേണ്ടിയിട്ട്. പക്ഷേ ട്രാൻസ്മിറ്റഡ് സിസ്റ്റത്തിലാകുമ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 2 mu t cos theta equal to n lambda. അതുപോലെ ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 2 mu t cos theta equal to n plus half lambda. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾ തിൻ ഫിലിം ഇൻ്റർഫറൻസ് ആ ഒരു ഡെറിവേഷൻ ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പാർട്ട് ഡെറിവേഷനിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മൊഡ്യൂൾസ് റെഫർ ചെയ്യുക, അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ഇൻ്റർഫറൻസിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്നതിനുള്ള കണ്ടീഷൻ 2 mu t cos theta equal to n lambda. അതുപോലെ ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുന്നതിന് 2 mu t cos theta equal to n plus half lambda. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ചില കണ്ടീഷൻസ് ഒക്കെ എടുത്തത് എയർ ആയതുകൊണ്ട് നമ്മൾ mu equal to 1 കഴിഞ്ഞ ഡെറിവേഷനിൽ എടുത്ത് തന്നെയാണ്. mu equal to 1 എന്ന് എടുക്കും. അതുപോലെ തീറ്റ ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 0, അപ്പോൾ cos 0 എന്നുള്ളത് 1 വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2t equal to n lambda. You can refer the previous derivation of a reflected system. അതങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് നമ്മൾ. അപ്പോൾ 2t cos thetaക്ക് പകരം 2 mu t cos thetaക്ക് പകരം 2t equal to n lambda വരും. താഴെ 2t ഡാർക്കിന് 2t equal to n plus half lambda വരും. And simplifying the same way as we did in the case of reflected system, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, the expression for
expression for the radius of nth fringe. Rn എന്നാണ് അതിനെ വിളിക്കുക. Rn എന്ന് പറഞ്ഞാൽ Rn is the radius of nth bright fringe. It's given by the expression root of n lambda r. Rn equal to root of n lambda r. അതുപോലെ ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻ radius of nth dark fringe is given by root of n plus half lambda r. root of n plus half lambda r. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ രണ്ട് എക്സ്പ്രഷൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? റേഡിയസ് എക്സ്പ്രഷൻസ് എല്ലാം തന്നെ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇത് പറയാത്തത്. ബട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആയിട്ട് if they are asked to write a detailed note on Newton's rings by transmitted light, then you have to derive these expressions completely. അപ്പോൾ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ എഴുതിയ ഡെറിവേഷൻസ് ഇതിനകത്തേക്ക് കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇതിൽ ഈ രണ്ട് ഫൈനൽ സ്റ്റെപ്സ് മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ച ഡെറിവേഷൻ പാർട്ട്, റേഡിയസിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഡെറൈവ് ചെയ്തെന്നുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് എഴുതണം. വീണ്ടും ഇതിനകത്ത് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ഓഫ് ദ ഫ്രിഞ്ച് ഫോർമേഷൻ. ഫ്രിഞ്ച് ഫോർമേഷൻ എന്താ ഡിഫറൻസ് വരിക? ന്യൂട്ടൺസ് റിങ്സ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് ലൈറ്റിൽ സെന്റർ ഡാർക്കാണ് ഉണ്ടായതെങ്കിൽ ഇവിടെ സെൻട്രൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരിക്കും. പിന്നെ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ന്യൂട്ടൺസ് റിങ്സ് ബൈ transmitted light. Okay, from here now we can move to a few applications of Newton's rings. Okay, കുറച്ചധികം ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് ന്യൂട്ടൺസ് റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷന്. ആക്ച്വലി അതിൽ തന്നെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാം. ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് സോഡിയം ലൈറ്റ്. Sodium light has got a particular wavelength. So determination of wavelength of sodium light. Sodium light inde wavelength കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഈ ന്യൂട്ടൺസ് റിങ്സ് അറേഞ്ച്മെന്റ് ഉപയോഗിക്കാം. ന്യൂട്ടൺസ് റിങ്സിന്റെ റിഫ്ലക്റ്റഡ് സിസ്റ്റം അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ന്യൂട്ടൺസ് റിങ്സ് റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ റേഡിയസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു റേഡിയസ് ഇക്വേഷൻ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് n lambda r. r equal to root of n lambda r ആണ്. ഓക്കെ, ഇത് റിഫ്ലക്റ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ nth ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻ ആണ്. റേഡിയസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് ഇസ് ഗിവൺ ബൈ rn ഈക്വൽ ടു റൂട്ട് ഓഫ് n lambda r. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് എന്തായിരിക്കും വരിക? Diameter of nth dark fringe is equal to 2 times Rn. Diameter is double that of radius. Therefore, dn square is equal to, in the square edukam, that is equal to 4n lambda r. Then what will be the diameter of n plus mth dark fringe? That is dn plus m square equal to 4n plus m lambda r. ഓക്കെ, അപ്പോൾ എന്നാമത്തെ nth ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയർ ഇക്വേഷൻ കിട്ടി. n പ്ലസ് എം, അതായത് nth ഫ്രിഞ്ച് നമ്മൾ നോക്കുക, അതിനുശേഷം അവിടെ നിന്ന് ഒരു m ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്തിട്ട് അടുത്തത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡയമീറ്ററിന്റെ സ്ക്വയേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ദെൻ just find the difference between these two. You can see d square n plus m minus d square n equal to, ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇതിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. 4n lambda r plus 4m lambda r വരില്ലേ. അപ്പോൾ അതിൽ നിന്ന് n lambda r ഇവിടെയും n lambda രണ്ടിലുണ്ടല്ലോ, അത് സബ്ട്രാക്ട് ചെയ്ത് പോയിട്ടാണ് ബാക്കി 4m lambda r ബാക്കി വന്നിരിക്കുന്നു. Okay, so d square n plus m minus d square n equal to 4m lambda r. അപ്പോൾ ഇതിൽ നിന്ന് how can you find lambda? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ നമ്മുടെ എയിം അതായിരുന്നല്ലോ. അപ്പോൾ വേവ് ലെങ്ത് lambda equal to d square n plus m minus d square n divided by 4m lambda r. m എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്യുന്നുണ്ട് അതാണ് m എന്ന് പറയുന്നത്. r is the radius of the lens that we use. നമ്മൾ ഉപയോഗിച്ച ലെൻസിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സ്പെരിമെന്റ് പാർട്ടായിട്ട് ചെയ്യുക? അപ്പോൾ എക്സ്പെരിമെന്റ് പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്ടൺസ് റിങ്സ് അറേഞ്ച്മെന്റ് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യുക.
ഓക്കെ, റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു ഫ്രിഞ്ചിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക, അതാണ് nth ഫ്രിഞ്ച്. ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊരു ഏതെങ്കിലും ഫ്രിഞ്ച്, ഫോർ എക്സാമ്പിൾ 10th ഫ്രിഞ്ച്, ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് ലൊക്കേറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് നമ്പർ ഒന്നുമില്ല, nth ഫ്രിഞ്ച് ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രിഞ്ച്, ഒരു ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ഫ്രിഞ്ച് ലൊക്കേറ്റ് ചെയ്യുക. അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക, അതാണ് DN എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് ഒരു 10 ഫ്രിഞ്ച് കൗണ്ട് ചെയ്യുക, 10ഓ 20ഓ ഫ്രിഞ്ച് കൗണ്ട് ചെയ്യുക. അപ്പോൾ 20 ഫ്രിഞ്ച് കൗണ്ട് ചെയ്യുന്നേക്ക്, അപ്പോൾ 20. അതിൻ്റെ ഡയമീറ്റർ എടുക്കുക, അതാണ് DN+M എന്ന് പറയുന്നത്. അത് രണ്ടും നമുക്ക് മൈക്രോസ്കോപ്പ് റീഡിങ്ങിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ DN ആൻഡ് DN+M എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പ് റീഡിംഗ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന റീഡിംഗ് ആണ്. അതിൽ M എന്ന് പറയുന്നത് എത്ര ഫ്രിഞ്ചുകൾ നമ്മൾ കൗണ്ട് ചെയ്തു എന്ന് പറയുന്നു. R is the radius of the lens that we used. അപ്പോൾ ഇത്രയും വിവരങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉപയോഗിച്ച ലൈറ്റ്, ഇപ്പോൾ സോഡിയം ആയിക്കോട്ടെ, ഏത് ലൈറ്റും ആയിക്കോട്ടെ, ഉപയോഗിച്ച ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് റിങ്സ്. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ന്യൂട്ടൺസ് റിങ്സിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ന്യൂട്ടൺസ് റിങ്സിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ്. The second application of Newton's rings arrangement, that is determination of refractive index of a liquid. ഒരു ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ആൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് ഡിറ്റർമിൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഒരു മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ് എത്രയായിരിക്കും, ആ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചേഞ്ച് വരുന്നു, ഇങ്ങനെയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ടേം ആണ്, ഒരു ക്വാണ്ടിറ്റി ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും? അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഈ ന്യൂട്ടൺസ് റിങ്സ് അറേഞ്ച്മെന്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോം എ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ് വിത്ത് എയർ ബിറ്റ്വീൻ ദം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ന്യൂട്ടൺസ് റിങ്സ് അറേഞ്ച്മെന്റ് ചെയ്യുക, ലെൻസ്, അതിന് താഴെ ഒരു ഗ്ലാസ് സ്ലാബ്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ എന്താണ് ആദ്യം അവിടെ എയർ ആണ് ഉണ്ടാവുക. അപ്പോൾ എയർ അവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ റേഡിയസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച്? ദാറ്റ് ഈസ് √n(r lambda). ഓക്കെ, റേഡിയസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് ഇസ് √n(r lambda). അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. rn, അതിന് സ്ക്വയർ ചെയ്തു, സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും റൂട്ട് അങ്ങ് പോവും, n(r lambda) എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ എയറിന് പകരം എയർ വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് സം ലിക്വിഡ്. ഓക്കെ, ഒരു ലിക്വിഡ് അവിടെ അങ്ങ് ഒഴിക്കും, ചെറിയൊരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡ്. ഏത് ലിക്വിഡിൻ്റെ ആണോ കണ്ടുപിടിക്കുന്നത് അത് അവിടെ ഒഴിക്കും. ഓക്കെ, അപ്പോൾ എയർ ഫിലിമിന് പകരം ആ ലെൻസിൻ്റെയും ഗ്ലാസ് സ്ലാബിൻ്റെയും ഇടയിൽ ഒരു ചെറിയ ലിക്വിഡ് ഫിലിം ഫോം ചെയ്യും. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Rn' എന്ന് പറയാം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് nth dark fringe with the liquid film in between them. Refractive index of nth dark fringe with the liquid film. അപ്പോൾ എന്താ ഇക്വേഷൻ വരികയെന്നറിയോ? √n(r) lambda വേവ് ലെങ്ത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുമ്പോൾ വേവ് ലെങ്ത്തും മാറും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu ആണെങ്കിൽ, അതായത് എയറിലുള്ള വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ, ഒരു വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ് മ്യൂ എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണെങ്കിൽ പുതിയ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എയറിലുള്ള വേവ് ലെങ്തിനെ പുതിയ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് പുതിയ അതിനകത്തുള്ള വേവ് ലെങ്ത് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് ഈസ് റീപ്ലേസ്ഡ് ബൈ λ/μ. അത് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നു. സോ Rn' റേഡിയസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് വിത്ത് ലിക്വിഡ് ഫിലിം ഈസ് √n(r lambda/μ). ഇവിടെ ഒരു n' എന്ന് പറയാം. ഓക്കെ, n'.
അതിൻ്റെ സ്ക്വയർ എടുത്തിരിക്കുന്നു. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ് വരിക? ദാറ്റ് ഇസ് ഈക്വൽ ടു nr lambda divided by mu. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള റേഡിയസിൻ്റെ ഡിഫറൻസ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? n ക്യാൻസൽ ആയി പോകും, r സെയിം ലെൻസ് അല്ല ഉപയോഗിച്ചത്, ക്യാൻസൽ ആയി പോകും, ലാംഡ ക്യാൻസൽ ആയി പോകുന്നു. സോ റിമൈനിങ് ഈസ് rn by square by rn dash square, rn square divided by rn dash square, that is equal to refractive index. ഇങ്ങനെയാണ് റിലേഷൻ കിട്ടുന്നത്. ഇനി നമ്മൾക്ക് എക്സ്പെരിമെൻ്റൽ പാർട്ട് എടുത്ത് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം വിത്ത് എയർ വച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡയമീറ്റർ ഓഫ് nth ആൻഡ് n+m. നേരത്തെ തൊട്ട് മുന്നേ ഉള്ള എക്സ്പെരിമെന്റ് പാർട്ടിൽ ചെയ്ത അതുപോലെ തന്നെ വിത്ത് എയർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ഗ്ലാസ് സ്ലാബ് വി ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് ആൻഡ് n+mth ഡാർക്ക് ഫ്രിഞ്ച്. ആദ്യം ഏതെങ്കിലും ഒരു ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കും. അതിനുശേഷം ഒരു നമ്പർ ഓഫ് ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്യും. നമ്പർ ഓഫ് ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ 20 ഫ്രിഞ്ചസ്, എന്നിട്ട് അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരെണ്ണം ലൊക്കേറ്റ് ചെയ്യുക, അത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക, അതാണ് DN. അതിനുശേഷം അവിടെ നിന്നൊരു 20 ഫ്രിഞ്ച് കൗണ്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ദെൻ അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക, അതാണ് DN+m, അതായത് DN+20. ഫോർ എക്സാമ്പിൾ DN+20 എന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ ദ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ എന്താ വരിക? DN+m സ്ക്വയർ മൈനസ് DN സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 4mr ലാംഡ. ഇത് എങ്ങനെ കിട്ടിയതാണ് ശരിക്കും? വാട്ട് ഈസ് DN? DN ഈസ് ഈക്വൽ ടു 4nr ലാംഡ. DN+m നേരത്തെ എഴുതി അത് തന്നെയാണത്, 4n+m r ലാംഡ. അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ what we are getting on finding the difference, okay, is DN+m square minus DN square equal to, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 4nr ലാംഡ താഴെ ഒരു 4nr ലാംഡ പ്ലസ് 4mr ലാംഡ വരും. അതിൽ 4nr ലാംഡ ക്യാൻസൽ ആയി പോകും. പിന്നെ റിമെയിൻ ചെയ്യുന്നതാണ് 4mr ലാംഡ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി വിത്ത് എയർ ബിറ്റ്വീൻ ദം. Okay, air film between the lens and glass slab. Now insert the liquid film in between them. അപ്പോൾ അതിനകത്ത് ലിക്വിഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേ എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പോൾ അതേ ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ, അതായത് nth ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ എടുക്കുക, nth ഡാർക്ക് ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ എടുക്കുക. അതാണ് അതിനെയാണ് DN dash, the diameter of nth dark fringe with liquid inserted. അതിനുശേഷം ഡയമീറ്റർ ഓഫ് n+mth ഡാർക്ക് ഫ്രിഞ്ച് എടുക്കുക, ദാറ്റ് ഈസ് DN+m dash. ഓക്കെ, സോ DN dash ആൻഡ് DN+m എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഉള്ള രണ്ട് ഫ്രിഞ്ചുകളുടെ ലൊക്കേഷൻ ആണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഡിഫറൻസ് എടുക്കുക, D-n+m സ്ക്വയർ മൈനസ് DN dash സ്ക്വയർ ഈക്വൽ ടു എന്താണ് ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു? 4mr അങ്ങനെ തന്നെ വരും, പക്ഷെ വേവ് ലെങ്ത്തിന് ചേഞ്ച് വരും. വേവ് ലെങ്ത് λ/μ എന്നാണ് വരിക. ദാറ്റ് വിൽ ബി ദ ന്യൂ വേവ് ലെങ്ത്. ഓക്കെ, നൗ സോ വി ഗോട്ട് two equations. What are the two equations? One is with air, difference between diameter of nth and n+mth fringes ആണ്. ഒരെണ്ണം വിത്ത് എയർ between them and ഒരെണ്ണം liquid between them. Okay, so now you divide these two equations. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? അതായത് DN+m സ്ക്വയർ മൈനസ് DN സ്ക്വയർ ഡിവൈഡ് ബൈ DN+m സ്ക്വയർ മൈനസ് DN സ്ക്വയർ ഈക്വൽ ടു, what will be the answer for that? 4mr lambda divided by 4mr lambda divided by mu. 4 cancel, m cancel, r and lambda everything cancel, so mu will come to the top. Okay, that is the expression here. You can see that mu is equal to d square n plus m minus d square n divided by d dash square n plus m minus d dash square n. So
എയർ ഉപയോഗിച്ച് nth ഫ്രിഞ്ചിൻ്റെയും n+mth ഫ്രിഞ്ചിൻ്റെയും ഡയമീറ്റർ കണ്ടുപിടിക്കുക. ലിക്വിഡ് ഇൻസെർട്ടിന് ശേഷവും nth ഡാർക്ക് ഫ്രിഞ്ചിൻ്റെയും n+mth ഡാർക്ക് ഫ്രിഞ്ചിൻ്റെയും ഡയമീറ്റർ കണ്ടുപിടിക്കുക. അവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതും എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, സോ this is the second application of Newton's rings arrangement for finding the refractive index of a liquid. ഇപ്പോൾ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ ഗ്രാഫിക്കലായിട്ടും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഗ്രാഫിക്കലായിട്ടും വി ക്യാൻ ഫൈൻഡ് ദ എക്സ്പ്രഷൻ, വി ക്യാൻ ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ എ ഗ്രാഫിക്കൽ മെത്തേഡ്. സെയിം ടെക്നിക് തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. എന്താണ്? വി ഫൈൻഡ് ദ diameter of various order fringes with air between them and with liquid between them. ആദ്യം തന്നെ എയർ ഫില്ല് ചെയ്തതിന് ശേഷം പല ഫ്രിഞ്ച് ഓർഡറുകളുടെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അതായത് ഏതെങ്കിലും എല്ലാം ഓർഡറുകളുടെ ഓർഡറുകൾ, ഫസ്റ്റ് സെക്കൻഡ് ഫ്രിഞ്ച്, തേർഡ് ഫ്രിഞ്ച്, ഫോർത്ത്, അങ്ങനെ കുറച്ചധികം ഫ്രിഞ്ചുകളുടെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അതിനൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫിലൂടെ എക്സ് ആക്സിസിലെ എം ഇസ് ഓർഡർ. ഏതൊരു ഒരു ഫ്രിഞ്ച് എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എല്ലാം സെൻറ്ററിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. ഈ എൻ എന്ന് പറയുന്നത് സെൻറ്റർ ഫ്രിഞ്ച് ആവണമെന്നില്ല. ഏതെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 5ാമത്തെ ഫ്രിഞ്ച്, അവിടെ നിന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നും ഫസ്റ്റ് ഫ്രിഞ്ച്, അതാണ് എം എന്ന് പറയുന്നത്. എം ഈസ് സ്റ്റാർട്ടിങ് ഫ്രം എൻ. nth ഫ്രിഞ്ചിൽ നിന്നും 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ അങ്ങനെ കൗണ്ട് ചെയ്യുക. അതാണ് എമ്മിൻ്റെ വാല്യൂ. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡയമീറ്റർ y ആക്സിൽ കൊടുത്തിരുന്നു. അതിൻ്റെ സ്ക്വയർ y ആക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഓഫ് ദ ഡയമീറ്റർ. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. യു ക്യാൻ സീ. അപ്പോൾ എയറിൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ്, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താണ് വരിക? സോ ദ സ്ലോപ്പ് എന്ന് പറയുന്നത്, സ്ലോപ്പ് ഈസ് ഓൾവേസ് ഇഫ് ദ ആംഗിൾ ഫോം ഹിയർ ഇസ് തീറ്റ, then what is the slope? It is tan theta. That is equal to opposite side by adjacent side. What is the opposite side here? Opposite side is d square n plus m minus d square n. ആ ഒരു ഫോമാണ്. അതായത് ഇതിൽ എ ആൻഡ് ബി രണ്ട് സ്ക്വയർ ഡയമീറ്ററുകളുടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആണ് അത് വരുന്നത്. ഓക്കെ, അതുപോലെ what is the base here? The base is equal to m. So divided by m. ഇതാണ് വിത്ത് എയർ ബിറ്റ്വീൻ ദം. ഇതുപോലെ തന്നെ യു ഡു ദ സെയിം എക്സ്പെരിമെന്റ് വിത്ത് ദ ലിക്വിഡ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദം. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എം ഫ്രം എൻ. 1, 2, 3 കുറേ ഫ്രിഞ്ചുകൾ ഡയമീറ്റർ കണ്ടുപിടിക്കാം. അതിൻ്റെ സ്ക്വയർ, ഡയമീറ്ററിൻ്റെ സ്ക്വയർ y ആക്സിസിലും എം ദ ഓർഡർ ഓഫ് ഫ്രിഞ്ചസ് എക്സ് ആക്സിസുമായിട്ട് ഗ്രാഫ് വരയ്ക്കുക. യു ഗെറ്റ് അനദർ ഗ്രാഫ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതിൻ്റെ സ്ലോപ്പ് ടാൻ തീറ്റ ഡാഷ് എന്ന് കൊടുക്കുക. ദിസ് ഇസ് തീറ്റ ഡാഷ്. അപ്പോൾ വാട്ട് ഈസ് ടാൻ തീറ്റ ഡാഷ്? ടാൻ തീറ്റ ഡാഷ് ഈക്വൽ ടു ഡി സ്ക്വയർ എൻ ഡാഷ് പ്ലസ് എം മൈനസ് ഡി സ്ക്വയർ എൻ ഡാഷ് ഡിവൈഡ് ബൈ എം. ഇനി ഈ സ്ലോപ്പുകളുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? സ്ലോപ്പുകളുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടാൻ തീറ്റ ബൈ ടാൻ തീറ്റ ഡാഷ് കണ്ടുപിടിക്കുക. ടാൻ തീറ്റ ബൈ ടാൻ തീറ്റ ഡാഷ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് what will be that? It will be d square n plus m minus d square n divided by d square n dash plus m minus d square n dash. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ വെറുതെ ഈ ഗ്രാഫ് വരച്ച ശേഷം രണ്ട് ഗ്രാഫുകളുടെ സ്ലോപ്പ് എടുക്കുക. സോ സ്ലോപ്പ് എയർ ഡിവൈഡ് ബൈ സ്ലോപ്പ് ലിക്വിഡ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് വാട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Okay, this is an alternate method for finding the refractive index of the liquid using Newton's rings method. Okay, thank you students. These are the Newton's rings formation with a reflected system, then with a transmitted system. Then we learned two applications. One application is for determination of wavelength of light, and the second one is determination of refractive index of a liquid. Okay, students, thank you.